ഇന്ത്യയിൽ GLP-1 മരുന്നുകളുടെ വിതരണത്തിൽ നിരീക്ഷണം കർശനമാക്കി ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് നടപടി. ഫാർമസികളും ക്ലിനിക്കുകളും ഉൾപ്പെടെ 49 ഇടങ്ങളിൽ പരിശോധന നടത്തി. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ GLP-1 മരുന്നുകൾ, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുക, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന? മോദി, പ്രധാനമായും ഭാരം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രമേഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന മരുന്നുകളാണ് GLP-1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇത് കൃത്യമായ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ രോഗികൾക്ക് നൽകാവൂ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ നേരത്തെ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. എന്നാൽ പലയിടത്തും ഇത് ലംഘിക്കപ്പെട്ടുകൊണ്ട് അനധികൃതമായ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഡ്രഗ് കൺട്രോൾ ബോർഡിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. 49 ഇടങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തിയതായി ഇപ്പോൾ സംഘം അറിയിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ക്രമക്കേട് നടത്തിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ നടപടികൾ തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രധാനമായും വെൽനസ് ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗം നടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ചില ഫാർമസികൾ കേന്ദ്രീകരിച്ചും ഫിസിഷ്യന്മാർ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെ എല്ലാം തന്നെ നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ രാജ്യത്ത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഈ GLP-1 മരുന്നുകളുടെ വിൽപ്പനയും അതോടൊപ്പം വിതരണവും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സറോഗേറ്റ് പരസ്യം ചെയ്യലിനും അതോടൊപ്പം തന്നെ പ്രമോഷനും അത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനും ഇപ്പോൾ നിരോധനം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശരി വിഷ്ണുപ്രസാദ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, വ്യക്തിപരമായി എനിക്ക് ഒരാളിൽ നിന്നുള്ളൊരു അനുഭവമാണ് ഇത്. നമ്മൾ ഈ വിൽപ്പനയെ പറ്റി പറയാറുണ്ട്, അതിൽ പരിശോധന നടത്തുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ഈ പ്രത്യേക പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിൽക്കാൻ പാടില്ല എന്നത്. എന്നാൽ ഇത് ശരിക്കും ആവശ്യമില്ലാത്ത തരത്തിൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്താൽ പിന്നെ എന്താണ് ചെയ്യുക? ഡോക്ടർമാർ ഈ മരുന്നുകൾ പലർക്കും കൊടുക്കുന്നുണ്ട്. അതിഭീകരമായ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ് ഇവയെ മിക്കതും തന്നെ. നിരന്തരം ഛർദി ഉണ്ടാവുക, ആഹാരത്തോട് വെറുപ്പുണ്ടാവുക, ഒപ്പം സ്ഥല ജല വിഭ്രമം ഉണ്ടാവുക തുടങ്ങി പലതും ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഇത്തരത്തിൽ ആവശ്യമില്ല എങ്കിൽ കൂടി നിർബന്ധിച്ച് പല ഡോക്ടർമാരും ഈ മരുന്നുകൾ പല രോഗികൾക്കും കൊടുക്കുന്നു. അത് എല്ലാ ഡോക്ടർമാരും എന്നല്ല, പലർക്കും ശരീരഭാരം കുറയ്ക്കാനും ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങൾക്കും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിസ് ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യർ കരുതുന്നത് ഇനി എത്ര വില കൊടുത്താലും സാരമില്ല, ഇനി എന്തൊക്കെ ചെയ്താലും ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ആഹാരത്തിനോട് അതൃപ്തി ഉണ്ട് എങ്കിൽ ഞാൻ പിന്നെ മറ്റൊന്നും കഴിക്കില്ലല്ലോ എന്നതാണ്. വളരെയധികം ശരീരഭാരം കുറഞ്ഞ് കണ്ണ് തുറന്നു വയ്ക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് പല മനുഷ്യരും നീങ്ങുന്നുണ്ട്. ചിലരൊക്കെ ഇത് പുറത്തു പറയും, ചിലരൊക്കെ പുറത്തു പറയുന്നില്ല. ഇതാണ് ഈ മരുന്നിൻ്റെ അവസ്ഥ.